തുടർ പരാജയങ്ങളിൽ വീണുപോയ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കു വേണ്ടി വമ്പൻ തിരിച്ചുവരവാണ് നൽകാൻ ആഗ്രഹിച്ചതെങ്കിൽ ഇതാണ് ആ ഗംഭീര രാജകീയ തിരിച്ചുവരവ്. ചെന്നൈക്കെതിരെ എതിരില്ലാതെ ഹിമിനസ്, ലൂണ, രാഹുൽ നേടിയ 3 ഗോളുകളുടെ തകർപ്പൻ വിജയം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമ്പോൾ കൊച്ചിയിൽ പലവട്ടം നെഞ്ചു തകർന്നുപോയ ആരാധകർക്ക്, തോൽവിയിൽ കണ്ണു നിറഞ്ഞ ആരാധകർക്ക് അവർക്കാണ് ഈ വിജയത്തിന്റെ മധുരം. എന്തായാലും മികച്ച വിജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമ്പോൾ മികച്ച കളിയാണ് കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കളിയിലെ പോസിറ്റീവ് വശം നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ പഴയ ലൂണയെ ഇന്ന് കാണാനായി. പരിക്കിന് ശേഷം മങ്ങിയ ലൂണ ഇന്ന് ഒരു തിരിച്ചുവരവിന്റെ വമ്പൻ സൂചനയാണ് നൽകിയത്. ഒരു ഗോളിന് അസിസ്റ്റും മറ്റൊരു ഗോളിന് പ്രീ അസിസ്റ്റും നൽകിയ ലൂണ കളത്തിൽ പഴയ ലൂണയെ ഓർമ്മിപ്പിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. കൂടെ തന്നെ ഹോർവിപ്പാം, വിപിൻ, ഫ്രെഡി, പരിക്ക് മാറി തിരിച്ചെത്തിയ സച്ചിൻ, പറയാതെ വയ്യ. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ച പ്രയാസം ഇന്ന് തിരിച്ചുവരവിൽ അസാധ്യ പ്രകടനമാണ്. പല സേവുകളും നടത്തി ഞാൻ മടങ്ങിയെത്തിയെന്ന് സച്ചിൻ തെളിയിച്ചത്. ഒടുവിലായി ആദ്യ മിനിറ്റുകളിൽ തുടങ്ങിവെച്ച മികച്ച അറ്റാക്കുകൾ കളി മുഴുവൻ നിറഞ്ഞു നിന്നത് തന്നെയാണ് മിക്കേൽ ആശാന് പല പ്ലാനുകളും വർക്കാകാൻ കാരണം. ഇനി നെഗറ്റീവ് വശം നോക്കുമ്പോൾ മികച്ച അറ്റാക്കുകൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ തുടങ്ങിയെങ്കിലും ആദ്യ പകുതിയിൽ ഫൈനൽ തേടി പല അവസരങ്ങൾ കളഞ്ഞുകുളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയാണ് കണ്ടത്. ഗോളാക്കി മാറ്റാൻ ആർക്കും പറ്റാതെ വന്നപ്പോൾ നിർഭാഗ്യവും കൂടെ കൂടി. അല്ലെങ്കിൽ ടോട്ടൽ 6 ഗോളെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നേടിയേനെ. അതേസമയം ആദ്യ പകുതിയിൽ ഡിഫൻസിലെ അബദ്ധങ്ങളും ചെന്നൈക്ക് അനുകൂലമായേനെ. ഭാഗ്യം കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങാതെ രക്ഷപ്പെട്ടത്. കളി മൊത്തത്തിൽ മികച്ചതാണെങ്കിലും കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് ഡിഫൻസിലെ അബദ്ധങ്ങളും മിസ്പാസുകളും കുറവാണെങ്കിലും ഇനിയും ഇംപ്രൂവ് ആകാനുണ്ട് ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ മാത്രമേ ഇനിയുള്ള വമ്പൻ മത്സരങ്ങളിൽ അറ്റാക്കുകൾക്കൊപ്പം ഡിഫൻസും സ്റ്റേബിളായി മികച്ച കളി കാഴ്ചവെക്കാനാകൂ. ഒരു ഗോളും അസിസ്റ്റുമായി നോവ സദോവിയും നിറഞ്ഞു നിന്നെങ്കിലും ചെറിയ അബദ്ധങ്ങൾ നോഹും കാണിച്ചിട്ടുണ്ട്. പക്ഷേ 2-3 മത്സരങ്ങൾ വിട്ടുനിന്നതിന്റെ പ്രശ്നമായി ഇതിനെ കാണാനാകൂ. താരം പെർഫെക്റ്റായി അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തിയേക്കും. അവസാനമായി സീസണുകളായി വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മലയാളി താരം രാഹുലും ഒടുവിൽ ഒരു ഗോൾ നേട്ടത്തോടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. മറ്റൊരു ഗോളിന് വഴിയൊരുക്കിയതും രാഹുലാണെന്ന് വേണം പറയാൻ. എന്തായാലും എല്ലാം ശുഭസൂചനയാണ്. എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇത് നിലനിർത്താനായാൽ ബ്ലാസ്റ്റേഴ്സിന് നേട്ടങ്ങൾ കൊയ്യാം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.